ഐശ്വര്യലക്ഷ്മി എന്നൊരു നടി ഒരു സിനിമ കണ്ടതിന് ശേഷം ഇറങ്ങി വരുന്നു. അദ്ദേഹത്തിന്റെ ആരാധകനാണെന്ന് അവകാശപ്പെടുന്ന ഒരാൾ അവർക്ക് നേരെ കൈ നീട്ടുന്നു. അവർ അത് നിരസിക്കുന്നു. ആ ആരാധകന്റെ പേര് മറ്റേ ആറാട്ടണ്ണൻ എന്ന് വിളിക്കുന്ന ഒരുത്തനല്ലേ? അവൻ ഒരു ദിവസമേ ഞാനൊരു ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടേ, നന്ദു ചേട്ടനില്ലേ, പുള്ളി ചായ കുടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ പുള്ളിയുടെ തന്നെ കൈ കൊടുത്തിട്ട് പോകുന്നേരം പുള്ളിയുടെ തോളിലിങ്ങനെ പാറ്റ് ചെയ്യുന്നു. ഞാൻ നന്ദു ചേട്ടനെ കണ്ടപ്പോൾ ചോദിച്ചു, നന്ദു ചേട്ടൻ പുറത്ത് തട്ടിയ സ്പോട്ട് ചെവിക്കല്ലടിച്ച് പൊട്ടിക്കണ്ടേന്ന് ചോദിച്ചു അവൻ്റെ. അപ്പോൾ നന്ദു ചേട്ടൻ അടുത്ത് പറഞ്ഞു, എടാ ഞാൻ വല്ലോ അത് ചെയ്തിട്ട് വേണം ഇനി ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നവന്മാരെല്ലാം കൂടെ എന്നെ തെറി വിളിച്ച് കൊല്ല, എടാ അത് വേറൊരു ലോകമാടാ, ഞാൻ എന്തോ ചെയ്യാന് എന്ന് വെച്ച് ഹൂയിസി എൻ്റെ വല്ലം പുറത്താണ് തട്ടുന്നത് ചെപ്പ അടിച്ചെന്ന് തിരിച്ചോളാം ഞാൻ. അവൻ എന്ത് അധികാരമാണുള്ളത് ഒരു മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് കടന്നു കയറാൻ? നിങ്ങൾ കുറെ പേര് ചേർന്നിട്ട് ഏതോ ഒരു ഊളനെ, ഈസ് മെന്റലി അൺസ്റ്റേബിൾ, ഒരാളെ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുകയാണ്. എന്നിട്ട് അയാൾ ഒരാളുടെ പേഴ്സണൽ സ്പേസിനകത്ത് കടന്നിട്ട് അയാളുടെ തോളിൽ തട്ടിയിട്ട് പോവുകയാണ്. അത് നന്ദുചേട്ടൻ സഹിക്കണം എന്ന് പറഞ്ഞാൽ നന്ദുചേട്ടൻ്റെ ടെൻഷൻ ഇതാണ്, എടാ ഞാൻ ഇനി വല്ലതും തിരിഞ്ഞ് പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാം കൂടി ഇതാവർ ആണ്. എന്നിട്ട് പുള്ളി അവനെന്തോ തിരിഞ്ഞെന്ന് പറയുന്നുണ്ട്, ഇവരൊക്കെ മറ്റേ തിരുവനന്തപുരം മാഫിയയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. നന്ദുചേട്ടന് എന്ത് മാഫിയ? ഒരു മര്യാദ വേണ്ടേ? നിങ്ങൾക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനത്തെ കുറെ വിയേർഡായിട്ടുള്ള കുറെ മനുഷ്യരെ കൊണ്ടുവച്ചിട്ട് യു പീപ്പിൾ കോൾ ദം സെലിബ്രിറ്റീസ്. സെലിബ്രിറ്റി എന്ന് പറയുമ്പോൾ അറിയപ്പെടുന്ന ആളുകളുടെ ഇംഗ്ലീഷ് വിശേഷണമാണ് സെലിബ്രിറ്റി. സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ആളുകൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഓക്കെയാണ്. പക്ഷെ ഒരാളുടെ ശരീരത്തിലേക്ക് കടന്നു കയറാൻ ഈ പറയുന്ന ആർക്കാ അധികാരമുള്ളത്? പുള്ളി എന്ന് ആളുകൾക്ക് ഷേക്ക് ഹാൻഡ്, പുള്ളിക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണോ? പുള്ളി ചെല്ലുമ്പോൾ എല്ലാ നടിമാരും ഇതാണോ? നിത്യ മേനോൻ എന്ന് പറയുന്നൊരു നടിയെ നിരന്തരമായിട്ട്, എൻ്റെ വീട്ടിലെ പെങ്കൊച്ചിനെ വല്ലതുമാണ് ഇങ്ങനെ എതിരുന്നുണ്ടെങ്കിലുണ്ട്, ഞാൻ ഇന്ന് ജയിലിലാണ് അവനെ കൊന്നിട്ട്. ആ പെൺകുട്ടി നിരന്തരമായിട്ട് ഫോൺ ചെയ്ത് അവർ ഫോൺ നമ്പർ മാറ്റി പോവാണ്. അവർ എത്രയോ ഫോണുകൾ ഫോൺ നമ്പേഴ്സ് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞു. അവർക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ ആ പെൺകുട്ടിയുടെ സ്ഥാനത്ത് നിന്ന് എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ അതിൻ്റെ ഒരു തീവ്രത എന്താണെന്നുള്ളത്? എന്നിട്ട് അവർ നിരസിച്ചു എന്ന് പറഞ്ഞാൽ ഇവൻ ഒരു ദിവസം ആസിഡ് എടുത്തുകൊണ്ടെന്ന് ഒഴിച്ച് എന്ത് ചെയ്യും? ആരുത്തരവാദിത്വം പറയും? അപ്പം ആ ഒരു സ്ത്രീ പുറത്തിറങ്ങുമ്പോൾ അവരുടെ മനസ്സിൽ വെപ്രാളം എന്തായിരിക്കും? അയ്യോ ഈ കൂട്ടത്തിനിടയിൽ ഇവൻ ഉണ്ടായിരിക്കുമോ, ഇവൻ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു ഭയത്തിലല്ലേ. ഒരു മനുഷ്യൻ എങ്ങനെ ഭയത്തിൽ ജീവിക്കുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഒരു ഉൾക്കിടലത്തോടെ ജീവിക്കുന്നത്. നിങ്ങൾ കാണിക്കുന്ന സാധനമൊക്കെ ഭയങ്കര നിങ്ങൾക്ക് തമാശയായിരിക്കും, പക്ഷെ ഇത് മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾ ആലോചിക്കാത്തത്? നമ്മൾ അപ്പുറത്തെ സൈഡിലൂടെ നിന്നൊന്ന് ആലോചിക്കണ്ടേ? കാര്യം നിങ്ങൾ അല്ലെങ്കിലും അതായത് ജേർണലിസ്റ്റ് അല്ലെങ്കിലും നിങ്ങൾ സ്വയം അവകാശപ്പെടുന്നത് നിങ്ങൾ ജേർണലിസ്റ്റുകളാണെന്നാണല്ലോ. ഞങ്ങൾ മീഡിയ ആണ്, ഞങ്ങൾ പ്രസ്സാണ് എന്നല്ലേ നിങ്ങൾ അവകാശപ്പെടുന്നത്. ആ അവകാശപ്പെടുമ്പം നിങ്ങൾ അവരുടെ സൈഡിൽ നിന്ന് കൂടെ നിന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് വിൽക്കാനുള്ളൊരു സാധനത്തിന് വേണ്ടിയിട്ട് നിങ്ങളൊരു സംവിധാനം ചെയ്യുന്നു, എന്നിട്ട് അങ്ങനെ വിൽക്കപ്പെടുന്ന ഒരു സാധനത്തിന് നിങ്ങൾക്ക് ലാഭം കിട്ടുന്നു. പക്ഷേ നിങ്ങൾ വിൽക്കുന്ന ആ സംഭവം എന്ന് പറയുന്നത് മറ്റു മനുഷ്യർക്കുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണെന്ന് എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ ആക്ച്വലി നിങ്ങളെയല്ല പറയുന്നത്, ഞാനിതൊരു ജനറലായിട്ട് ഞാൻ പറയാണ്. കാര്യം ഇതിലെ അക്കൗണ്ടബിലിറ്റി, അതാണ് വിഷയം. ഇപ്പോൾ വനിത എന്നുള്ള തിയേറ്ററിൽ ഒരു റിലീസിൻ്റെ അന്ന് ഒരുപാട് പേർ അഭിപ്രായം പറയുന്നുണ്ട്. പല വേഷത്തിൽ വന്നുകൊണ്ട് പല വിധത്തിൽ ശ്രദ്ധ ഇതിനെ കാണാറുണ്ടോ? ഇതിനെയും നവമാധ്യമങ്ങളുടെ എന്താ പറയുക ജേർണലിസത്തിന്റെ പുതിയ സാധ്യതയായിട്ടാണ് സാബുമോൻ? അല്ല, അത് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയാണ്. ഇങ്ങനെ പല കോലം കെട്ടലുകളും പ്രൊമോഷൻസും സാധനവും ഒക്കെ നടക്കും. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ സെലിബ്രിറ്റീസ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് തോന്നിയ ദിവസം കാണിക്കാനുള്ളതാണ് എന്ന് വേറെ കുറേ സെലിബ്രിറ്റീസ് വിചാരിക്കേണ്ട ഒരു കാര്യമില്ല.
മനസ്സിലായി? ഇത് രണ്ട് ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ പാരലൽ വേൾഡ് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ ഈസ് ആൻ ഇൻഡസ്ട്രി. എനിക്കറിയാവുന്ന മനുഷ്യരോടെല്ലാം പറയും, നിങ്ങൾ ഇവരെ എൻ്റർടൈൻ ചെയ്യരുത് എന്ന് പറയും. അവിടെ ഒരു ഷോ മെറ്റീരിയലായി മാറരുത്. കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവൻ എന്ത് ചെയ്യും? ഇവൻ മാറി നിന്നിട്ട് ഐ കോൾ ദം പാപ്പരാസീസ്. ഇത് പാപ്പരാസീസാണ്. ഇതേ പാപ്പരാസീസുകളാണ് ഡയാനയെ കൊന്നുകളഞ്ഞത്. ഇതേ പാപ്പരാസീസുകളാണ് ഒരുപാട് മനുഷ്യരുടെ ജീവിതം തകർത്ത് കളഞ്ഞിട്ടുള്ളത്. അതായത് ഒളിക്യാമറ വെച്ച് നടക്കുന്ന കുറേ മഞ്ഞ പത്രക്കാർ. അവർക്ക് ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല. വായി തോന്നിയത് എഴുതുക, വായി തോന്നിയ പറയുക. തരികിട എന്നുള്ള ഷോയ്ക്ക് ശേഷം സാബു ചെയ്തിട്ടുള്ള ഷോ അട്ടഹാസമാണ്. അപ്പോൾ ആ ഷോയുടെ ഒരു പ്രത്യേകത, അതിനുശേഷം ആ ഫോമാറ്റിൽ ഒരു ഷോയും പിന്നീട് വന്നിട്ടില്ല. അത് മുഴുവനുമായും മലയാളത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന ഒരു ഷോയാണ്. അത് അപ്പുറത്തുള്ള ആൾ ഫോണിൽ സംസാരിക്കേണ്ടത് മുഴുവനുമായും മലയാളത്തിലാണ്. ആ ഷോയുമായി ബന്ധപ്പെട്ട ഒരുപാട് ഓർമ്മകളുണ്ട്. ഇപ്പോൾ അവിടെ വെച്ചാണ് ഈ സ്റ്റാൻഡേർഡ്, അതായത് 4th സ്റ്റാൻഡേർഡ് എന്നുള്ളതിനെ 4ാം തരമാണ് എന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് ഞാൻ കുറച്ച് ചെറിയ കുട്ടിയാണ്. അപ്പോൾ അതുപോലെ തന്നെ അന്ന് സർക്കാർ എന്നുള്ള പദം പൂർണ്ണമായും മലയാളമല്ല എന്ന് മനസ്സിലാക്കുന്നത് ആ ഷോ കാണുമ്പോഴായിരുന്നു. എങ്ങനെയാണ് അട്ടഹാസം എന്നുള്ളൊരു ഷോ ഡിസൈൻ ആവുന്നത്? അട്ടഹാസം എന്ന് പറയുന്ന ഷോ ഡിസൈൻ ആകുന്നത് പിന്നെ ഏഷ്യാനെറ്റ് ഏഷ്യൻ പ്ലസ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ചാനൽ, യൂത്ത്ഫുൾ ആയ ചാനൽ ലോഞ്ച് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നത്. മോഹൻ നായർ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അന്ന് മോഹൻ സാറ് ഏഷ്യാനെറ്റിൻ്റെ CEO ആണ്. വഞ്ചി ഒരു പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്, വക്കീലായിട്ട്. അപ്പം സിന്ധു സൂര്യകുമാർ എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ് ഉണ്ട്. അപ്പോൾ അവരൊരു ദിവസം എന്നെ കോടതി വെച്ചുകൊണ്ട് പറഞ്ഞു, സാബുവിനെ മോഹൻ നായർ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ മോഹൻ നായരോട് ചെന്ന് സംസാരിക്കും. അപ്പോൾ എനിക്കറിഞ്ഞൂടായിരുന്നു ഇദ്ദേഹം CEO ആണെന്നൊന്നും. പുള്ളിയാണ് അതിൻ്റെ ഫുൾ ചാർജ് എടുത്ത് വെച്ചിരുന്നത്, അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ പുള്ളി എടുത്ത് എന്നിരുന്ന് നമ്മൾ കുറേ കോൺസെപ്റ്റ്സ്. അപ്പോൾ ഞാൻ ടെലിവിഷൻ വിട്ടിറങ്ങിയിട്ട് ഞാൻ ഈ എല്ലാ ടെലിവിഷൻ ഷോസും അതിൻ്റെ ഒരു സമയം കഴിയുമ്പോൾ ഞാൻ അവസാനിപ്പിക്കുന്ന ഒരാളാണ്. ഈ പുതിയ ജനറേഷൻ്റെ ഭാഷ പറഞ്ഞാൽ നിന്ന് ചെയ്യാൻ വേണ്ടി ഞാൻ എന്നെ വിട്ടുകൊടുക്കാറില്ല. ചെയ്തിട്ടുണ്ട് ഇടയ്ക്കൊക്കെ, അങ്ങനെ അത്രയും വലിയ കക്ഷിയൊന്നുമില്ല ഞാൻ. അപ്പോൾ പുള്ളി ഇങ്ങനെ കോൺസെപ്റ്റ്, ആക്ച്വലി അട്ടഹാസം മോഹൻ സാറിൻ്റെ കോൺസെപ്റ്റാണ്. ഞാനിപ്പോൾ ഒരു ചോദ്യം ചോദിച്ചാൽ മുഴുവനുമായി മലയാളത്തിൽ സംസാരിക്കാൻ പറ്റുമോ? നോക്കാം. ഈ നവമാധ്യമങ്ങളോടൊരു മുഖംതിരിവും അവർക്ക് അഭിമുഖം കൊടുക്കില്ല എന്ന് സാബുമോൻ മുമ്പൊരു അഭിമുഖത്തിൽ പറഞ്ഞതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്താണ് ആ വിധത്തിലൊരു അഭിപ്രായ രൂപീകരണത്തിനുള്ള കാരണം? നവമാധ്യമങ്ങളെ ഒരു വ്യത്യസ്ത ലോകവും വ്യത്യസ്ത മനുഷ്യരും ജീവിക്കുന്ന ഒരു ഇടമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കാര്യം അവിടെയുള്ള മനുഷ്യർക്ക് യാതൊരു തരത്തിലുള്ള സാമൂഹിക ഉത്തരവാദിത്തമോ മാനുഷിക പരിഗണനയോ ചിന്താശേഷിയോ ഒന്നുമില്ലാത്ത ഒരു സംഘം ആളുകളുടെ ഒരു ദുഷിച്ച ഇടമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഈ മനുഷ്യരൊരു പക്ഷേ അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഒരു മാന്യൻ ആയിട്ട് ജീവിക്കുന്നൊരു മനുഷ്യനായിരിക്കും. പക്ഷെ അയാൾ ഒരു നടിയുടെ ഫോട്ടോയുടെ താഴെ ഫോട്ടോ ഇംഗ്ലീഷാണ്. അയ്യോ, ഞാൻ മറ്റേ പൊളിറ്റിക്കൽ സ്ഥാനത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് അത് കഴിയുന്നു. മലയാളത്തിൽ പറയണ ഇല്ല. ഞാൻ ആക്ച്വലി ഇഷ്യൂ കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഇഷ്യൂവിനകത്തേക്ക് ഇൻവോൾവ് ആയിപ്പോയി.